ചാണ്ടി അയുമ്പോൾ തൊമ്മൻ മുറുകാൻ ഇത് കേരള രാഷ്ട്രീയമൊന്നുമല്ല. പക്ഷേ ആഗോള രാഷ്ട്രീയ പ്രതിസന്ധി കടുക്കുമ്പോൾ സംഭവിക്കുന്നതും ഇതൊക്കെ പോലെ തന്നെയാണ്. ഡൊണാൾഡ് ട്രംപ് ആദ്യം ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി ഉച്ചകോടി നടത്തുമെന്ന് പറഞ്ഞു. പിന്നെ ചൈന ധാതു കൊടുക്കാത്തതിൽ പിണങ്ങി അത് ചൈനയ്ക്ക് കടുത്ത താരിഫും പ്രഖ്യാപിച്ച് ആ ഉച്ചകോടി അങ്ങ് റദ്ദു ചെയ്തു. അടുത്തത് പുടിനുമായി ബുഡാപെസ്റ്റിൽ ട്രംപ് കൂടിക്കാഴ്ച നടത്തി ഉക്രൈൻ റഷ്യ സംഘർഷം ഒരു അവസാനത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചു. സ്വയം പ്രഖ്യാപിച്ചതാണ്. പുടിനും സെലൻസ്കിയും ഒരു തരത്തിലും അടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ട്രംപ് ആ ബുഡാപെസ്റ്റ് ഉച്ചകോടിയും അങ്ങ് ഉപേക്ഷിച്ചു. തൊട്ടു പിന്നാലെ ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ആസിയാൻ ഉച്ചകോടിക്കിടെ കണ്ടുമുട്ടും. ഇന്ത്യയും യുഎസും തമ്മിലുള്ള വ്യാപാര കരാർ സംബന്ധിച്ച അനിശ്ചിത പ്രശ്നങ്ങൾ ഇതൊക്കെ പറഞ്ഞു തീർക്കും. എന്നിട്ട് ആ കരാറിന് ഒരു അന്തിമ രൂപം ഉണ്ടാക്കുമെന്ന് ആയി. പക്ഷെ എന്തായി? നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു താൻ ആസിയാനിലേക്ക് പോകുന്നില്ല. അതോടെ ട്രംപ് മോദി കൂടിക്കാഴ്ചയും വഴിയിലായി. ഇപ്പോഴിതാ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും തമ്മിൽ വീണ്ടും ചർച്ച നടത്താൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ട്. അതെങ്ങനെ? പന്ത് ട്രംപിന്റെ കോർട്ടിൽ തന്നെ വീണ്ടും വന്നിരിക്കുന്നു. ഏഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഇപ്പോൾ യാത്ര തുടങ്ങുന്ന ട്രംപ് ഒക്ടോബർ 30 ഷി ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇരുവരുടെയും കൂടിക്കാഴ്ച നടക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് വൈറ്റ് ഹൗസും രംഗത്തെത്തിയിട്ടുണ്ട്. ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടക്കുന്ന ഏഷ്യ പസഫിക് ഇക്കണോമിക് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ട്രംപും സിയും ചെല്ലുക. അവിടെ വെച്ചാകും ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുക. US പ്രസിഡന്റ് വെള്ളിയാഴ്ച രാത്രി ആസിയാൻ ഉച്ചകോടിക്ക് മലേഷ്യയിലേക്ക് പുറപ്പെടും. ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇങ്ങനെയാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റ് അറിയിച്ചിരിക്കുന്നത്. ഏഷ്യ പസഫിക് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത ശേഷം ട്രംപ് ചൈനീസ് പ്രസിഡന്റിനെ കണ്ടിരിക്കുമെന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് ഉറപ്പ് നൽകുന്നത്. ചൈനയും അമേരിക്കയും തമ്മിൽ ഉയർന്ന താരിഫിന്റെ പേരിൽ കടുത്ത വ്യാപാര തർക്കങ്ങൾ തുടരുകയാണ്. ഇതിനിടെയാണ് ട്രംപിന്റെ ഈ നിർണായകമായ കൂടിക്കാഴ്ച. അതും അങ്ങോട്ട് ചെന്ന് ചൈനീസ് പ്രസിഡന്റിനെ കാണുന്നു. ചൈനയ്ക്ക് മേൽ 150% വരെ താരിഫ് ഉയർത്തുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനോട് തങ്ങൾ കടുത്ത ഭാഷയിൽ പ്രതികരിക്കുമെന്ന് ചൈനയും തിരിച്ച് മറുപടിയും കൊടുത്തിരുന്നു. അപ്പോൾ ട്രംപ് എന്നാണ് പറഞ്ഞത്? 100% താരിഫ് ചൈനയ്ക്ക് ചുമത്തിയത് അത് ദീർഘകാലത്തേക്കല്ല, അത് നടപ്പാക്കാൻ തന്നെ ചൈന നിർബന്ധിച്ചതാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരമായൊരു തീരുവല്ല അതെന്ന് ട്രംപ് ഇടയ്ക്ക് അതിൽ ഒരു ഇളവ് പോലെ മയം ചേർക്കുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ചയോടെ വ്യാപാര പ്രശ്നങ്ങളിലും മറ്റു തർക്കങ്ങളിലും ചൈനയും US തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളിലുമൊക്കെ വിഷയങ്ങൾ പറഞ്ഞു തീർക്കാനാകുമെന്നാണ് പ്രതീക്ഷ. 2019 ശേഷം ട്രംപും ഷിയും തമ്മിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ച എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കോവിഡിന് ശേഷം ഇരുവരും കണ്ടിട്ടേ ഇല്ല. 2019 ജപ്പാനിൽ നടന്ന G20 ഉച്ചകോടിയിലാണ് ഇരുവരും അവസാനമായി കണ്ടത്. എന്തായാലും ചാണ്ടി അയുമ്പോൾ തൊമ്മ മുറുകുമെന്ന് പറഞ്ഞതുപോലെ ട്രംപ് അയയുമ്പോൾ ചൈന കടുപ്പിക്കുമോ അതോ ചൈന വീണ്ടും അയയുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച